മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസ് 47 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പ്രോബ്ലം ആയിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. പ്രൊജക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ എന്ന ആ ഒരു പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ ഇനി അവശേഷിക്കുന്നത് മൂന്ന് ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. അതിലൊന്ന് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്, നെക്സ്റ്റ് ടോപ്പിക്ക് എനർജീസ് ഇൻ SHM ആൻഡ് ലാസ്റ്റ് ടോപ്പിക്ക് ഡാംഡ് ഓസിലേഷൻസ് ആൻഡ് റെസൊണൻസ്. ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവശേഷിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കായ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് ആൻഡ് ടൈം പീരീഡ് ഓഫ് ഡെറിവേഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ലോഡഡ് സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ടൈം പീരീഡ്, ആ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാനുള്ള ഡെറിവേഷൻ, ഒരു ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്താണ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്, എന്താണ് ഒരു സ്പ്രിംഗിന്റെ പ്രത്യേകത, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കായ പുതിയൊരു ടോപ്പിക്കായ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. അപ്പോൾ ഓസിലേഷൻ എന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഓസിലേഷൻ എന്ന ഒരു പ്രോസസ്സിനെ പറ്റി നമ്മളിപ്പോൾ ഇത്രയും ഈ ഒരു ചാപ്റ്ററിലെ ഇത്രയും ടോപ്പിക്സ് കൊണ്ട് ഓസിലേഷൻ എന്ന ആ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഒരു ഫിക്സഡ് പോയിന്റിലൂടെയുള്ള ഏതൊരു ബോഡിയുടെയും ഒരു ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ശരിക്കും നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം ഇൻ്റർവെൽ വരെയുള്ള ഒരു ബോഡിയുടെ ഒരു ഫിക്സഡ് പോയിന്റിലൂടെയുള്ള ടു ആൻഡ് ഫ്രോ മോഷനെയാണ് ശരിക്കും ഓസിലേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും ടോപ്പിക്സ് കവർ പഠിച്ചതുകൊണ്ട് ആ ഓസിലേഷൻ എന്ന ഒരു പ്രോസസ്സ് എന്താണെന്നുള്ളത് ശരിക്കും നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഒരു സ്പ്രിംഗിലേക്ക് ഒരു മാസുള്ള ഒരു ബോഡിയെ അറ്റാച്ച് ചെയ്താൽ ആ ഒരു ലോഡഡ് സ്പ്രിംഗിന്റെ ഓസിലേഷൻ എങ്ങനെയായിരിക്കും സംഭവിക്കുക, അങ്ങനെയെങ്കിൽ ആ ഒരു ഓസിലേഷന്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് അതിനുള്ള ആ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷന്റെ ഡെറിവേഷൻ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. അപ്പോൾ ഒരു സ്പ്രിംഗ് നമുക്ക് നമ്മൾ ഡെയിലി ലൈഫിൽ ധാരാളം സ്പ്രിംഗ് മെറ്റീരിയൽസിനൊക്കെ ധാരാളം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ഒരു സ്പ്രിംഗ് മെറ്റീരിയലിനെ കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്പ്രിംഗ്, ഈ ഒരു ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ശരിക്കും ഒരു സ്പ്രിംഗ് മെറ്റീരിയലിനും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിനും ഉള്ള ഒരു സെയിം ക്യാരക്ടർ ഉണ്ട്. അതായത് ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയലാണെങ്കിലും ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയലാണെങ്കിലും ഈ ഒരു സ്പ്രിംഗ് മെറ്റീരിയലിനും ഇലാസ്റ്റിക് മെറ്റീരിയലിനും ഒരുമിച്ച് ഉള്ള ഒരു ബേസിക് ക്യാരക്ടർ ഉണ്ട്. എന്താണ് ആ ഒരു ബേസിക് ക്യാരക്ടർ? ആ ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് തിങ്. അപ്പോൾ എന്താണ് ഒരു സ്പ്രിംഗ് മെറ്റീരിയലിനും അതേപോലെ തന്നെ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിനും ഉള്ള ഒരു ബേസിക് ക്യാരക്ടർ എന്താണ്? ഒരു സ്പ്രിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഓർമ്മ വരേണ്ടത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് ശരിക്കും ഒരു സ്പ്രിംഗ് മെറ്റീരിയലും ഹോൾഡ് ചെയ്യുന്നത്. എന്താണ് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ബേസിക് പ്രോപ്പർട്ടി? അപ്പോൾ നമ്മൾ ധാരാളം ഇലാസ്റ്റിക് മെറ്റീരിയൽസിനെ ഡെയിലി ലൈഫിൽ കാണാറുണ്ട്. റബ്ബർ ബാൻഡ് ശരിക്കും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലിനെ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഒന്ന് ഡിഫോം ചെയ്താൽ, ഒന്ന് ചേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഇലാസ്റ്റിക് മെറ്റീരിയലിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ ഫോഴ്സിനെ നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മൾ വർക്ക് പവർ എനർജി എന്നൊരു ചാപ്റ്റർ പറഞ്ഞപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സ്പ്രിംഗ് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിനെ അവിടെ കണ്ടതാണ്.
അപ്പോൾ ശരിക്കും ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ഏത് ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലിനെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഒന്ന് ഡിഫോം ചെയ്താൽ തീർച്ചയായിട്ടും ആ മെറ്റീരിയലിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ മെറ്റീരിയലിൽ ഉണ്ടായ എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സിനെ എതിർക്കാൻ വേണ്ടി, ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ആ മെറ്റീരിയലിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് റീസ്റ്റോറിംഗ് ഫോഴ്സായ FS ആണ് എന്നുള്ളതെല്ലാം നമ്മൾ അവിടെ കണ്ടതാണ്. കൺസർവേറ്റീവ് ഫോഴ്സിന് ഒരു എക്സാമ്പിളായിട്ട് സ്പ്രിംഗ് ഫോഴ്സ് നമ്മൾ പറഞ്ഞപ്പോൾ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് നമ്മൾ അവിടെ കണ്ടതാണ്. അതേപോലെ തന്നെ ഇവിടെയും ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ആ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലിനെ നമ്മളൊന്ന് ഡിഫോം ചെയ്താൽ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ആ മെറ്റീരിയലിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന മറ്റൊരു ഫോഴ്സ് ആ ഇലാസ്റ്റിക് മെറ്റീരിയലിനുള്ളിൽ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ശരിക്കും എക്സ്റ്റേണൽ ഫോഴ്സ് വഴി ആ മെറ്റീരിയൽ ഉണ്ടായ എമൗണ്ട് ഓഫ് ഡിഫർമേഷനോട് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. കാരണം ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ ആ മെറ്റീരിയൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് ചേഞ്ച് എത്രത്തോളം ഉണ്ടാകുന്നോ അത്രത്തോളം അളവിൽ തന്നെ ആ മെറ്റീരിയലിനുള്ളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർക്കാനാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വഴി ആ മെറ്റീരിയൽ ഉണ്ടായ എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സിനെ എതിർക്കാനാണ്. കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മെറ്റീരിയലിനെ അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് എത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിനെ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ആ മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഓഫ് ഡിഫർമേഷനായ എക്സിനെയാണ്. അതേപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ് കൺസിഡർ ചെയ്താൽ ഇവിടെ നമ്മൾ പറയുന്നത് സ്പ്രിങ്ങിനെ കുറിച്ചിട്ടാണ്. ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ഒരു സ്പ്രിംഗ് മെറ്റീരിയൽ തീർച്ചയായിട്ടും ആ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ബേസിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. എന്താണ് ബേസിക് ക്യാരക്ടർ? അപ്പോൾ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിനെ പോലെ തന്നെ ഒരു സ്പ്രിംഗ് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഒരു സ്പ്രിങ്ങിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇതാണ് ഒരു സ്പ്രിംഗ്. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഈ A എന്ന പോയിന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ A എന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിന്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. അതായത് ആ ഒരു പോയിന്റിൽ നിന്നുമാണ് ഈ സ്പ്രിങ്ങിനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പ്രിംഗ് മെറ്റീരിയലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയലും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ അതേ സ്വഭാവം കാണിക്കുന്നു. ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏതൊരു ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ആ മെറ്റീരിയലിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ആ മെറ്റീരിയലിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ മെറ്റീരിയലിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും, റീസ്റ്റോറിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ FS. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് ആ ഫോഴ്സ് എപ്പോഴും ട്രൈ ചെയ്യുന്നത് മെറ്റീരിയലിനെ റീസ്റ്റോർ ചെയ്യാനാണ്, അതായത് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് എത്തിക്കാനാണ്. അതേ ഒരു സ്വഭാവം തന്നെ നമ്മുടെ ഈ ഒരു സ്പ്രിങ്ങും ഏത് സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും തീർച്ചയായിട്ടും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ആ ഒരു ബേസിക് ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ A എന്ന പോയിന്റിൽ നിന്നും ഒരു സ്പ്രിങ്ങിനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്, ഈ സ്പ്രിങ്ങിനെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, നമ്മൾ ഈ സ്പ്രിങ്ങിലേക്ക് ഒരു സ്പ്രിംഗ് ഉണ്ട്, ഇതൊരു സ്പ്രിംഗ് ആണെന്ന് വിചാരിക്കുക. ആ സ്പ്രിങ്ങിലേക്ക് ഈ ചോക്ക് ഒരു സ്പ്രിംഗ് ആണെന്ന് വിചാരിക്കുക. ഈ സ്പ്രിങ്ങിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്പ്രിങ്ങിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ, സ്പ്രിങ്ങിനെ ഈ ഡയറക്ഷനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ആ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടിരിക്കും. അത് ആ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സ്പ്രിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്പ്രിങ്ങിനെ അതിന്റെ എക്സ്റ്റെൻഡഡ് കണ്ടീഷനിൽ നിന്നും അതിന്റെ ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കാനാണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ, ഈ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും, റീസ്റ്റോറിംഗ് ഫോഴ്സ് FS. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്യുന്നത് എപ്പോഴും ആ സ്പ്രിങ്ങിനെ അതിന്റെ എക്സ്റ്റെൻഡഡ് കണ്ടീഷനിൽ നിന്നും ഒറിജിനൽ കണ്ടീഷനിലേക്ക് എത്തിക്കാനായിരിക്കും. അപ്പോൾ ഈ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും എല്ലാ സ്പ്രിംഗ് മെറ്റീരിയൽസും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ബേസിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽസ് ആണെങ്കിലും ആ എല്ലാ സ്പ്രിംഗ് മെറ്റീരിയൽസും ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ ബേസിക് ക്യാരക്ടറാണ് കാണിക്കുന്നത്. എന്താണ് ആ ബേസിക് ക്യാരക്ടർ?
ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയലിനെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ മെറ്റീരിയലിനെ ഒന്ന് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും ആ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാവുന്നത് പോലെ തന്നെ ആ സ്പ്രിംഗ് മെറ്റീരിയലിനകത്തും ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സായ FS രൂപപ്പെടും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്യുന്നത് ആ എക്സ്റ്റെൻഡഡ് സ്പ്രിംഗ് മെറ്റീരിയലിനെ അതിൻ്റെ എക്സ്റ്റെൻഡഡ് കണ്ടീഷനിൽ നിന്നും എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്പ്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറയും. ഇലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ നമ്മൾ എമൗണ്ട് ഓഫ് ഡിഫർമേഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ആ സ്പ്രിംഗ് മെറ്റീരിയലിനുള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്യുന്നത് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ എതിർക്കാനാണ്, അല്ലെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ആ മെറ്റീരിയൽ ഉണ്ടായ എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷനെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പ്രിങ്ങിനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിടുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഒന്ന് വലിക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് പുള്ള് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെടും, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിനായിരിക്കും ട്രൈ ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിനെ അല്ലെങ്കിൽ ആ നമ്മൾ അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫലമായിട്ട് ആ സ്പ്രിംഗ് മെറ്റീരിയൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷനെ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സ്പ്രിംഗ് മെറ്റീരിയലിനുള്ളിൽ ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ? ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സ്പ്രിങ്ങിന്റെ ഒരു വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്താണ്? അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു പോയിന്റ് ഓഫ് സസ്പെൻഷൻ കൺസിഡർ ചെയ്തു. ഈ എ എന്ന പോയിന്റിൽ നിന്നും വെർട്ടിക്കലി ഒരു സ്പ്രിങ്ങിനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. അതായത് ഈ എ എന്ന പോയിന്റിൽ നിന്നും ഒരു സ്പ്രിങ്ങിനെ ലെങ്തുള്ള ഒരു സ്പ്രിങ്ങിനെ നമ്മൾ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോൾ നമ്മൾ പഠിച്ചു ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ആ സ്പ്രിംഗ് മെറ്റീരിയൽസ് എല്ലാം ഇലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സെക്കൻഡ് നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആണ്. അതായത് ഈ എ എന്ന പോയിന്റിൽ നിന്നുമാണ് ഈ എൽ ലെങ്തുള്ള സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ വെർട്ടിക്കലി ഒന്ന് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വെർട്ടിക്കലി ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ഈ സ്പ്രിങ്ങിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള ഫോഴ്സസ്? ഒരു ഫോഴ്സ് ഇങ്ങനെ ഈ എ എന്ന പോയിന്റിൽ നിന്നും ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ വെർട്ടിക്കലി ഒന്ന് സസ്പെൻഡ് ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും എർത്ത് ഈ സ്പ്രിങ്ങിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അതാണ് ഫസ്റ്റ് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദാറ്റ് സ്പ്രിംഗ്. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Gravitational force exerted by the earth on that spring. First force. തീർച്ചയായിട്ടും ശരിയാണ്. അപ്പോൾ ഇങ്ങനെ എ എന്ന പോയിന്റിൽ നിന്നും ഒരു സ്പ്രിങ്ങിനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ഈ സ്പ്രിങ്ങിനുള്ളിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ സ്പ്രിങ്ങിനുള്ളിൽ രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്ത് ഈ സ്പ്രിങ്ങിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആ വെയിറ്റ് എന്ന വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ എപ്പോഴും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഏതൊരു ബോഡി ആണെങ്കിലും ആ ഒരു ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് ആ ബോഡിയിലേക്ക് എത്രത്തോളം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നു അതായിരിക്കും ആ ബോഡിയുടെ വെയിറ്റ് ആയിട്ട് നമ്മൾ പറയുക. അപ്പോൾ ഒരു സ്പ്രിങ്ങിനെ ഇങ്ങനെ വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിടുമ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും വെർട്ടിക്കലി സസ്പെൻഡ് ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എപ്പോഴും, അതായത് എല്ലാ ബോഡിയെയും എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ഈ സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും എർത്ത് ഈ സ്പ്രിങ്ങിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? അതായത് എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഈ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും.
ശരിയാണ്. പക്ഷേ അതൊരിക്കലും നമ്മൾ സ്പ്രിങ്ങിനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും എർത്ത്, അതായത് ആ സ്പ്രിങ്ങിലേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് മറ്റൊരു വെയിറ്റും ഇടുന്നില്ല എങ്കിൽ പോലും എർത്ത് തീർച്ചയായിട്ടും ആ സ്പ്രിങ്ങിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി എർത്ത് ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ഒരിക്കലും ഫീൽ ആകില്ല. കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഏറ്റവും കൂടുതൽ റേഞ്ചും ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സുമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. യൂണിവേഴ്സിലെ ഏറ്റവും റേഞ്ച് കൂടിയ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അതായത് ഒരു ന്യൂക്ലിയസിലെ ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും തമ്മിൽ ചേർത്ത് വെക്കുന്ന ഫോഴ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഒരു സ്പ്രിങ്ങിലേക്ക് വെർട്ടിക്കലി ഒരു സ്പ്രിങ്ങിനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് മറ്റൊരു അഡീഷണൽ ആയിട്ടുള്ള മറ്റൊരു മാസിനെയും നമ്മൾ ലോഡ് ചെയ്യുന്നില്ല എങ്കിൽ പോലും എർത്ത് അങ്ങനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ എർത്ത് ആ സ്പ്രിങ്ങിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി എർത്ത് ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും, വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിടുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പ്രിങ്ങിലേക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. എർത്ത് തീർച്ചയായിട്ടും ആ സ്പ്രിങ്ങിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ എർത്ത് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഈ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് ഫോം ചെയ്യില്ലേ? കാരണം സ്പ്രിങ് എപ്പോഴും ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഏതൊരു സ്പ്രിംഗ് മെറ്റീരിയൽ ആണെങ്കിലും ആ സ്പ്രിംഗ് മെറ്റീരിയൽ കാണിക്കുന്നത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലിന്റെ സ്വഭാവമാണ്, ബേസിക് ക്യാരക്ടറാണ്. അപ്പോൾ ഇങ്ങനെ എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഈ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, ഒന്ന് പുള്ള് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ആ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സായ എഫ്എസ് ആയിരിക്കും. റീസ്റ്റോറിംഗ് ഫോഴ്സ് എഫ്എസ്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സായ എംജിയുടെ ഡയറക്ഷൻ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടി ഈ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഡയറക്ഷൻ അപ്വേർഡ് ഡയറക്ഷനിലേക്കുമായിരിക്കുമല്ലോ. കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് മൂലം ആ മെറ്റീരിയൽ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷനെ എതിർക്കാനാണ് എപ്പോഴും ആ മെറ്റീരിയലിനുള്ളിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ശരിക്കും ഇങ്ങനെ നമ്മൾ സ്പ്രിങ്ങിനെ ഈ ഡയറക്ഷനിലേക്ക് സസ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എർത്ത് സ്പ്രിങ്ങിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ സ്പ്രിങ്ങിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് എർത്ത് ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻജിൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി എർത്ത് ശരിക്കും ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ഫോഴ്സിനെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു സ്പ്രിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു പുള്ളിനെ, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കുള്ള ആ സ്പ്രിങ്ങിനുണ്ടാവുന്ന പുള്ളിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അതേ സമയം ആ ടൈമിൽ തന്നെ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് രൂപപ്പെടും, റീസ്റ്റോറിംഗ് ഫോഴ്സായ എഫ്എസ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒപ്പോസ് ചെയ്യുന്നത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മൂലം ഈ സ്പ്രിങ്ങിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആ ഒരു എക്സ്റ്റൻഷനെ എതിർക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രിങ്ങിനുള്ളിൽ അതേ ടൈമിൽ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഫോഴ്സസ് ആണ് ഇങ്ങനെ ഒരു സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. അപ്പോൾ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജി സ്പ്രിങ്ങിന്റെ ഏതൊരു പൊസിഷനിൽ വെച്ചിട്ടാണോ ഗ്രാവിറ്റേഷൻ ഫോഴ്സായ എം ജിയുടെ വാല്യൂവും അതേപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ എഫ് എസിന്റെ വാല്യൂവും ഈക്വൽ ആകുക, ആ പൊസിഷനായിരിക്കും നമ്മൾ സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് വിളിക്കുക. അപ്പോൾ ഏതൊരു സ്പ്രിംഗ് ആണെങ്കിലും ആ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിന്റെ ഏതൊരു പൊസിഷനിൽ വെച്ചിട്ടാണോ ആ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള രണ്ട് ഫോഴ്സസ് ആയ ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതേപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഈക്വൽ ആകുന്നത്. അതായത് രണ്ട് ഫോഴ്സസിന്റെയും വാല്യൂസ് എപ്പോഴാണോ ഈക്വൽ ആകുന്നത് ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ആയിരിക്കും ആ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ആയിട്ട് പറയുക. അപ്പോൾ ഏതൊരു സ്പ്രിംഗ് ആണെങ്കിലും ആ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ സ്പ്രിങ്ങിന്റെ ഏതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ടാണോ ആ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള രണ്ട് ഫോഴ്സസ് ആയ ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതേപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സും ഈക്വൽ എമൗണ്ടിൽ വരുന്നത്, ഈക്വൽ വാല്യൂസിൽ വരുന്നത്, ആ പൊസിഷനായിരിക്കും നമ്മൾ ശരിക്കും ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് വിളിക്കുക. സോ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് എ സ്പ്രിംഗ്.
position of a spring is a position of that spring where both gravitational force and restoring force becomes equal. That position of that spring is called the equilibrium position. അപ്പോൾ ഏതൊരു സ്പ്രിംഗ് ആണെങ്കിലും ആ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പ്രിങ്ങിന്റെ ഏതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ വെച്ചിട്ടാണോ ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂവും അതേപോലെ തന്നെ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എതിർക്കാൻ വേണ്ടി ആ സ്പ്രിങ്ങിനുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂവും ഈക്വൽ ആകുന്നത്. ആ ഒരു പർട്ടിക്കുലർ പൊസിഷൻ ആയിരിക്കും ആ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഇനി ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ആ ഒരു സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ യാതൊരു വെയിറ്റും അല്ലെങ്കിൽ യാതൊരു മാസും നമ്മൾ ലോഡ് ചെയ്യുന്നില്ല, അറ്റാച്ച് ചെയ്യുന്നില്ല. ഇനി നമ്മൾ സെക്കൻഡ് കേസിൽ ഇതിന്റെ ഡെറിവേഷൻ വേണ്ടി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ മാസുള്ള ഒരു ബോഡിയെ അറ്റാച്ച് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവം? നമ്മൾ നോക്കുന്നത് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ് അല്ലേ. ലോഡ് ചെയ്തിരിക്കുന്ന ഒരു സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ നമ്മൾ നോക്കാൻ പോകും. അപ്പോൾ ഇതൊരു സ്പ്രിങ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് സസ്പെൻഷൻ. ഈ പോയിന്റിൽ നിന്നും എൽ ലെങ്തുള്ള ഒരു സ്പ്രിങ്ങിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സ്പ്രിങ്ങിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് അടുത്ത ഗ്രാവിറ്റേഷൻ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിനുള്ളിൽ ആ ഒരു എക്സ്റ്റൻഷനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്പ്രിങ്ങിനുള്ളിൽ മറ്റൊരു ഫോഴ്സായ റീസ്റ്റോറിംഗ് ഫോഴ്സിൽ ഉൾപ്പെടും. എപ്പോഴാണോ ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂവും അതേപോലെ ആ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂവും ആ സ്പ്രിങ്ങിന്റെ ഏതൊരു പൊസിഷൻ വെച്ചിട്ടാണോ ഈക്വലൈസ് ആകുന്നത് ആ പൊസിഷനായിരിക്കും നമ്മൾ ആ സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് വിളിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് മാസുള്ള ഒരു ബോഡിയെ അറ്റാച്ച് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇനി നമ്മൾ നോക്കുക, ഇതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഈ ഒരു പൊസിഷനിൽ അപ്പോൾ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഈ ഒരു സ്പ്രിങ്ങിന്റെ അതായത് മാസ് ഒന്നും ലോഡ് ചെയ്യാത്ത ഈ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഇതാണ്. കാരണം ഈ പൊസിഷനിൽ നിന്നും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് ആയ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അപ്വേർഡ് ഡയറക്ഷനിലേക്കാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ എസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആയ യുടെ വാല്യൂവും അതേപോലെ തന്നെ ഈ സ്പ്രിങ്ങിനുള്ളിൽ ഉണ്ടാകുന്ന അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂവും ഈക്വൽ ആകുകയാണ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഇതായിരിക്കും ഈ ഒരു സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ. ശരിയല്ലേ? കാരണം ഈ ഒരു പോയിന്റിൽ നിന്നും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ആ സ്പ്രിങ്ങിനുള്ളിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സായി യുടെ വാല്യൂവും അതേപോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ വാല്യൂ ഈക്വലൈസ് ആകുകയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമ്മൾ സ്പ്രിങ്ങിന്റെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് കണക്കാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ മാസുള്ള ഒരു ബോഡിയെ കണക്ട് ചെയ്തു. മാസുള്ള ഒരു 5 kg മാസുള്ള ഒരു ബോഡിയെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? ഒരു സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് ഒരു മാസിനെ നമ്മൾ അറ്റാച്ച് ചെയ്താൽ ഓൾറെഡി ആ സ്പ്രിങ്ങിലേക്ക് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി എർത്ത് ഓൾറെഡി ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു അഡീഷണൽ മാസോടെ കണക്ട് ചെയ്ത് കൊടുത്താലോ ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂ കൂടും. ശരിയല്ലേ? ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂ തീർച്ചയായിട്ടും കൂടും. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂ കൂടി ഈ സ്പ്രിങ് തീർച്ചയായിട്ടും അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ആക്കും. ശരിയല്ലേ? ഓൾറെഡി ഒരു സ്പ്രിങ്ങിലേക്ക് എർത്ത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ എക്സ്റ്റേണലി ഒരു മാസ് കൂടി നമ്മൾ ആ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ തീർച്ചയായിട്ടും എന്തായിരിക്കും സംഭവിക്കുക? കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ആ
സ്പ്രിങ്ങിനെ മാത്രം പുള്ളി ചെയ്താൽ പോരാ, ആ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസിനെ കൂടെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യണം. ശരിയല്ലേ? അതായത് ഫസ്റ്റ് കേസിൽ നമ്മൾ ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് മാസ് ഒന്നും കണക്ട് ചെയ്തില്ല. പക്ഷെ എങ്കിൽ പോലും എർത്ത് സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ 5 kg മാസുള്ള ഒരു ബോഡിയെ കൂടി കണക്ട് ചെയ്താൽ എർത്ത് സ്പ്രിങ്ങിനെയും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യണം, കൂടാതെ ആ 5 kg മാസിനെയും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ തീർച്ചയായിട്ടും കൂടും. ആ മാസിനെ കൂടി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യാൻ വേണ്ട അത്ര ഫോഴ്സ് വേണം സ്പ്രിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ എർത്ത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും കൂടും. അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കൂടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ കൂടുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പ്രിംഗ് മെറ്റീരിയൽ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആകും. ശരിയല്ലേ? അതാണ് ശരിക്കും സംഭവിക്കുക. സയൻസ് ശരിക്കും അതാണ്. കാരണം എൻഡ് പോർഷനിൽ ആ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിൽ നമ്മൾ ഒരു മാസിനെയും അറ്റാച്ച് ചെയ്തില്ല എങ്കിൽ പോലും എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ആ സ്പ്രിങ്ങിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് നമ്മൾ 5 kg മാസുള്ള ഒരു ബോഡിയെ കൂടി കണക്ട് ചെയ്താൽ അവിടെ എർത്ത് ഈ സ്പ്രിങ്ങിനെയും ലെങ്തുള്ള സ്പ്രിങ്ങിനെയും ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യണം. ആ സ്പ്രിങ്ങിലെ എൻഡ് പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസിനെ കൂടി പുള്ളി ചെയ്യണം ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അപ്പോൾ അത്രയും അധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ എൻറ്റയർ സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ആ എൻറ്റയർ സിസ്റ്റത്തിന് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യാൻ എർത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ തീർച്ചയായിട്ടും കൂടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ വളരെയധികം കൂടുമ്പോൾ ഈ സ്പ്രിങ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് ഏതെങ്കിലും ഒരു മാസിനെ കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ എക്സ്റ്റൻഷൻ പെട്ടെന്ന് തന്നെ സംഭവിക്കുക. അത്രയധികം ഫോഴ്സ് വേണം ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിന്, ആ ഒരു മാസ് സ്പ്രിംഗ് സിസ്റ്റം എന്ന ഒരു സിസ്റ്റത്തിനെ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ളി ചെയ്യണമെങ്കിൽ എർത്ത് അത്രയധികം ഫോഴ്സ് തന്നെ അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ എൻജിന്റെ വാല്യൂ കൂടും. അപ്പോൾ ആ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആകും. അപ്പോൾ ഈ ഒരു ഇത്രയും പോർഷൻ ആയിരിക്കും ആ ഒരു സ്പ്രിങ്ങിന്റെ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇതായിരുന്നു ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് മാസുള്ള ബോഡി അറ്റാച്ച് ചെയ്തപ്പോൾ അത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം എക്സ്റ്റെൻഡ് ആയി, അതായിരിക്കും ആ സ്പ്രിങ്ങിൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ്. എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ്. എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ ആയ എക്സ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഡെറിവേഷനിലേക്ക് പോകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ 5 kg ഈ ഒരു സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് പെട്ടെന്ന് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുകൊണ്ടാണ് കൂടിയത്? ആ ഒരു എൻറ്റയർ മാസ് സ്പ്രിംഗ് സിസ്റ്റത്തിനെ ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യണമെങ്കിൽ അത്രയധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് ആ ഒരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യാൻ പറ്റുള്ളൂ. ആ മാസിനെ കൂടി, സ്പ്രിങ്ങിനെ മാത്രം പോരാ, ആ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മാസിനെ കൂടി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് പുള്ള് ചെയ്യണം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത്രയധികം ആ മെറ്റീരിയലിലേക്ക് ആ ഒരു സിസ്റ്റത്തിലേക്ക് എക്സർട്ട് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ എംജിയുടെ വാല്യൂ വളരെയധികം കൂടും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ എംജിയുടെ വാല്യൂ കൂടുന്നതിന്റെ ഫലമായിട്ട് ഈ സ്പ്രിങ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ ഈ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും 5 kg മാസുള്ള ഈ ഒരു ബോഡി ഈ സ്പ്രിങ്ങിന്റെ എൻഡ് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ആ സ്പ്രിങ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രത്തോളം ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആയി, അതായിരിക്കും ആ സ്പ്രിങ്ങിൽ ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയ എക്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ സ്പ്രിങ് എക്സ് എന്ന ഡിസ്റ്റൻസിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് എക്സ്റ്റെൻഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്പ്രിങ്ങിനുള്ളിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ സ്പ്രിങ്ങിനുള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയ എഫ് ഫോം ചെയ്യും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ഉണ്ടായിരിക്കുന്ന എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ ആയ എക്സിനെ എതിർക്കാനാണ്. ടു ഓപ്പോസ് എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ ഓർ എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്. ശരിയല്ലേ? എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്. അപ്പോൾ ആ സ്പ്രിങ്ങിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ട്രൈ ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്ന
എമൗണ്ട് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എക്സ്റ്റൻഷൻ ആയ എക്സിനെ എതിർക്കാൻ വേണ്ടിയായിരിക്കും ആ സ്പ്രിങ്ങിനുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡെറിവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ഈ ഒരു ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ആ ഒരു സ്പ്രിങ്ങിൻ്റെ എന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഇത്ര, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ഇത്രയും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെറിവേഷൻ ഈസിയാണ്. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ് എന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. T is equal to 2 pi by root of K by M. ഇതാണ് ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. T is equal to 2 pi by root of K by M. ഇതാണ് ഒരു സ്പ്രിങ്ങിൻ്റെ ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആ ഡെറിവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡെറിവേഷനിലേക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.